ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വിഷയം ട്രിഗർ ചെയ്തതിന്റെ പേരിലല്ല എൻ്റെ ഒരു മാറ്റം നടക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ദിവസങ്ങളല്ല, വർഷങ്ങളായിട്ടുള്ള ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ്. അത് നമുക്കൊരു അന്ന് ഞാൻ പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉയർന്ന നേതൃത്വം എനിക്ക് നേരിട്ടിട്ടുള്ള ദുരനുഭവങ്ങളുടെ ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ഉണ്ട്. പക്ഷേ അത്തരം ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ഒക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും. പക്ഷേ അതിനെ വല്ലാതെ ട്രിഗർ ചെയ്യുന്ന ഒരു സംഭവം കൂടി ഉണ്ടാകുന്ന സമയത്തായിരിക്കും അത് പൊട്ടിത്തെറിച്ച് അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുന്നത്. അതാണ് അവിടെ കണ്ടത്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടിലുള്ള ആളുകൾക്ക് മുഴുവൻ അറിയാം, അന്ന് പ്രവർത്തിച്ച പ്രസ്ഥാനത്ത് നിന്ന് ഞാൻ നേരിട്ടിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളും എന്നെ വ്യക്തിപരമായിട്ട് തന്നെ വല്ലാതെ ബാധിച്ചിട്ടുള്ള രീതിയിൽ എന്നെ ഒരുപാട് എന്നെ പ്രയാസപ്പെടുത്തിയിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഉള്ളപ്പോൾ പോലും പലതും ഞാൻ തുറന്നു പറയുകയോ പുറത്തു പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അന്ന് പ്രവർത്തിച്ച പാർട്ടിയുടെ പ്രത്യേകത അറിയാലോ, ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അച്ചടക്കം, അനുശാസനം എന്നൊക്കെ പറയും, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പലതും അനുഭവിച്ചാൽ പോലും പുറത്തു പറയാതിരിക്കുക, കുടുംബത്തിൽ പോലും അത് ഷെയർ ചെയ്യാതിരിക്കുക, വിഷമം മുഴുവൻ മനസ്സിൻ്റെ ഉള്ളിൽ മാത്രം ഒതുക്കുക എന്നൊരു സമീപനം ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്ക് വല്ലാതെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിൽ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ അപമാനിതരാകുന്ന ഒരു ഘട്ടമൊക്കെ വരുന്ന സമയത്ത്, പിന്നീട് വല്ലാത്ത മനപ്രയാസം വരുന്ന സമയത്ത്, അത് ഏതൊരു മനുഷ്യനായാലും സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ളതാണ് സംഭവിച്ചത്.